തിരുവല്ല താലൂക്കിൽ നിരണം പഞ്ചായത്തിലാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള താറാവ് വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 1966 മന്ത്രിയായിരുന്ന ഇ ജോൺ ജേക്കബാണ് നിരണത്ത് താറാവ് വളർത്തൽ കേന്ദ്രത്തിന് അനുമതി നൽകിയത്. പരമ്പരാഗത താറാവിനങ്ങളുടെ സംരക്ഷണവും വിപണനവും ലക്ഷ്യമിട്ടാണ് ഫാമിന്റെ പ്രവർത്തനം. കുട്ടനാടൻ താറാവിനങ്ങളായ ചാര, ചെമ്പല്ലി എന്നിവയ്ക്ക് പുറമെ വിയറ്റ്നാമിൽ നിന്നുള്ള ബ്രോയിലർ ഇനമായ വിഗോവ ഉൾപ്പെടെ 4000-ലധികം താറാവുകൾ ഫാമിലുണ്ട്. താറാവിനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുന്ന ഇനമാണ് പരമ്പരാഗത കുട്ടനാടൻ താറാവിനങ്ങളായ ചാരയും ചെമ്പല്ലിയും. ഈ വിഭാഗത്തിൽപ്പെട്ട 3000-ഓളം താറാവുകൾ നിരണം ഡക്ക് ഫാമിലുണ്ട്. ഒരു ദിവസം പ്രായമായ ഇവയുടെ കുഞ്ഞുങ്ങളെ 15 രൂപ നിരക്കിലാണ് ഇവിടെ നിന്നും കർഷകർക്ക് നൽകുന്നത്. ചെമ്പല്ലി താറാവുകളെ നമ്മൾ കണ്ടാൽ വളരെ ലൈറ്റ് കളറായ അല്ലെ തവിട്ട് നിറത്തിലായിരിക്കും. അവയുടെ പൂവൻ്റെ തല ഒരു ഇളം തവിട്ട് ചില ചുവപ്പ് കലർന്നതായിരിക്കും. ആ തലയ്ക്ക് ഒരിക്കലും തിളക്കം ഉണ്ടായിരിക്കില്ല. ചെമ്പല്ലി താറാവുകളുടെ ചുണ്ടുകൾ എപ്പോഴും മഞ്ഞ നിറമോ അല്ലെങ്കിൽ മഞ്ഞ നിറം കലർന്ന ചുവപ്പോ കലർന്ന ചുണ്ടുകളും കാലുകളുമായിരിക്കും. ചാരത്താറാവിൻ്റെ പൂവിനാണ് ഏറ്റവും കാണാൻ ആകർഷകമായിട്ടുള്ളത്. അവയുടെ തല എപ്പോഴും വളരെ നീല കലർന്ന പച്ച നിറത്തിൽ തിളക്കമുള്ളതായിരിക്കും. അതോടൊപ്പം തന്നെ പെടത്താറാവുകളെല്ലാം തന്നെ പുള്ളിയും പോരും ഉള്ള നിറമായിരിക്കും അവയുടെ. ഇവ മറ്റു മുട്ട ഉൽപാദനത്തിലെ ശരീരഭാരത്തിൻ്റെ തൂക്കത്തിലെ വലിയ വ്യത്യാസം കാണിക്കാറില്ല. ഇവയൊക്കെ തന്നെ നമ്മുടെ നാടൻ താറാവ് ഇനങ്ങളെല്ലാം തന്നെ നല്ല തീറ്റയിൽ 80 ദിവസത്തിനുള്ളിൽ 1.5 കിലോഗ്രാമിന് മുകളിൽ ശരീരഭാരം വെക്കുകയും 5-ാം മാസം തന്നെ നല്ല മുട്ട ഉൽപാദനം തരികയും ചെയ്യും. ഇവ വർഷത്തിൽ ഏതാണ്ട് 180ഓളം മുട്ട ഉൽപ്പാദിപ്പിക്കും. മുട്ടകളൊക്കെ തന്നെ 70 ഗ്രാം 75 ഗ്രാം തൂക്കമുള്ളതാണ്. നമ്മുടെ കുട്ടനാടൻ താറാവുകളാണ് ലോകത്തിലെ തന്നെ ഇത്രയും ഭാരം കൂടിയ മുട്ട ഈ വർഷത്തിൽ 180-200 മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങൾ. ബ്രോയിലർ ഇനത്തിൽപ്പെട്ട വിഗോവ താറാവുകൾക്ക് പൂർണ്ണമായും വെള്ള നിറമാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഇനമാണ് വിഗോവ. പിൻഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന തൂവലുകളാണ് പൂവനും പിടയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദിവസം പ്രായമായ വിഗോവ കുഞ്ഞുങ്ങളെ 40 രൂപ നിരക്കിൽ ഫാമിൽ നിന്നും ലഭിക്കും. വിഗോവ താറാവ് വിയറ്റ്നാമിലാണ് അതിൻ്റെ ജന്മദേശം. വിയറ്റ്നാമിൽ നിന്നുള്ള താറാവുകളെ ബാംഗ്ലൂരിലെ ഹസർഘട്ട CPDOയിൽ കൊണ്ടുവരികയും അവയുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വളർത്തി നിരണം ഡക്ക് ഫാമിൽ കൊണ്ടുവന്ന് വളർത്തി പേരൻറ് സ്റ്റോക്കിനെ സൃഷ്ടിച്ച് അവയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്തിയാണ് നമ്മളിവിടെ വിറ്റ് വരുന്നത്. വിഗോവയുടെ പ്രത്യേകത അവയിൽ ശരിയായ തീറ്റക്രമം പാലിക്കാമെങ്കിൽ 49 ദിവസം, അതായത് 7 ആഴ്ചയിൽ ഇവയ്ക്ക് 2.5 കിലോഗ്രാം തൂക്കം കിട്ടും. ആ സമയത്ത് അവയെ വിറ്റഴിച്ചാൽ വളരെ ലാഭമുള്ള ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാവുന്നതാണ്. 64,000 മുട്ടകൾ ഒരേ സമയം അടവയ്ക്കുന്നതിനുള്ള ഇൻക്യുബേറ്റർ സൗകര്യവും നിരണം ഡക്ക് ഫാമിലുണ്ട്. ലക്ഷണമൊത്തതും രൂപഭംഗിയുള്ളതുമായ മുട്ടകൾ അണുവിമുക്തമാക്കിയ ശേഷമാണ് അടവയ്ക്കുക. അടവെക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന മുട്ടകൾ രാവിലെ തന്നെ ഫ്യൂമിഗേഷൻ എന്നൊരു നടപടിക്രമത്തിലൂടെ അണുവിമുക്തമാക്കും. അണുവിമുക്തമാക്കുന്ന മുട്ടകൾ സ്റ്റോറിൽ ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇവിടെ മുട്ട അടവെക്കുന്നത്. മുട്ട അടവെക്കുന്നതിന് ഇവിടെ 64,000 മുട്ടകൾ അടവെക്കുന്നതിനുള്ള സെറ്ററും 21,000 മുട്ടകൾ അടവെക്കുന്നതിനുള്ള ഹാച്ചറുകളും ഇവിടെ ലഭ്യമാണ്. ആദ്യത്തെ 25 ദിവസം സെറ്ററിലും തുടർന്ന് വരുന്ന 3 ദിവസം ഹാച്ചറിലുമാണ് മുട്ട വയ്ക്കുന്നത്. 28-ാം ദിവസം ഹാച്ചറിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് നല്ല കുഞ്ഞുങ്ങളെ കർഷകർക്കായി വിറ്റ് വരികയാണ് ചെയ്യുന്നത്. അതേതാണ്ട് 1000-ന് ഒരു 700-750 മുട്ടകൾ നമുക്ക് ലഭിക്കും. കോഴിക്ക് വ്യത്യസ്തമായി താറാവുകൾക്ക് വിരിയുന്ന ശതമാനം കുറവാണ്. 60%-65% ഏറ്റവും നല്ല വിരിച്ചിലായിട്ട് കണക്കാക്കപ്പെടുന്നു. തൃശൂർ വെറ്റിനറി സർവകലാശാലയിൽ നിന്നും എത്തിക്കുന്ന തീറ്റകളാണ് താറാവുകൾക്ക് നൽകുന്നത്. രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും തീറ്റ നൽകും. ദിവസവും രാവിലെ മുട്ടകൾ ശേഖരിക്കുകയും വൈകുന്നേരങ്ങളിൽ കൂട് കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. മുട്ടയൊന്നിന് 7 രൂപ നിരക്കിൽ ഫാമിൽ നിന്നും നേരിട്ട് വാങ്ങാം. ഫോണിലൂടെ ഇവ ബുക്ക് ചെയ്യുന്നതിനും സൗകര്യമുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പുറമെ വെറ്റിനറി സർജൻ, ഫീൽഡ് ഓഫീസർ എന്നിങ്ങനെ 8 ഉദ്യോഗസ്ഥരും 12 ജീവനക്കാരും ചേർന്നാണ് നിരണം ഡക്ക് ഫാമിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ക്യാമറമാൻ ജൻസൺ പാണാവള്ളിക്കൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.